ഇത് നമ്മുടെ ഡേ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ലോങ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലാണ്. ബാക്കി നമ്മുടെ ലഞ്ച് ടൈമിന് ഉള്ളതാണ് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം മിവാമ്മേൻ്റെ കൂടെ കളിച്ചു. മിവാമ്മേന് കൂളിംഗ് ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് അവൻ്റെതല്ല, ചേച്ചീൻ്റെ കൂളിംഗ് ഗ്ലാസ്സാണ് അവൻ വെച്ചേക്കുന്നത്. അങ്ങനെ ചേച്ചി പിന്നെ ടി വിയിൽ മുഴുകിയിരിക്കുകയാണ്. ലീവുള്ള ദിവസം സ്കൂളിൽ പോകാത്ത ദിവസമൊക്കെ ഇപ്പം അത്യാവശ്യം സ്കൂൾ പൂട്ടി 2 മാസമൊക്കെ ലീവായതുകൊണ്ട് തന്നെ ടി വി കാണൽ കുറച്ച് അധികമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നിർത്തി പഠിത്തത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം മിവാമ്മൻ്റെ സ്ലീപ്പിങ്ങിനുള്ള ടൈമാണ്. ഒരു 10 മണിയാകുമ്പോൾ അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചിലപ്പോൾ കഴിക്കത്തുള്ളൂ. ഒരു 10, 10:30, 10:45 ആകുമ്പോൾ ആൾ ഉറങ്ങും. ആ ഉറക്കം നമ്മൾ കറക്റ്റ് ഉറക്കിയില്ലെങ്കിൽ ആൾക്ക് പിന്നെ ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തൊട്ടിലിന് ആളിവിടെ ഹാളിലാണ് കിടന്നുറങ്ങുക, തൊട്ടിലിൽ. അപ്പോൾ തൊട്ടിലിൻ്റെ തുണി എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മഴ പെയ്തിട്ട് കണ്ടത്. മഴ പെയ്യാൻ തുടങ്ങി. തലയണയൊക്കെ കുറച്ചൊന്ന് നനഞ്ഞു. കാലവർഷം തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പം നമുക്ക് തുണിയൊന്നും അങ്ങനെ പെട്ടെന്ന് ദിവസം ഉണങ്ങി കിട്ടുന്നില്ല. അപ്പം ഇത് കുറച്ച് വെയിൽ കണ്ട എല്ലാം കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ ആയാലും എല്ലാം കൊണ്ടുപോയി മടക്കി ഉണക്കി എടുത്താൽ നമുക്കൊരു സമാധാനമാണല്ലോ. പിന്നെ ഇനിയിപ്പം ഇന്ന് മുതലുള്ളത് മാത്രം നമുക്ക് അലക്കി ഉണക്കി എടുക്കേണ്ട കാര്യം ആലോചിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വെയിൽ കണ്ട ഉടനെ എല്ലാം മൊത്തം റൂമായാലും തുണിയായാലും മൊത്തം ക്ലീൻ ചെയ്യാനാണ് ഇഷ്ടവും. ഞാനതാണ് പെട്ടെന്ന് നോക്കാറും. പിന്നെ അത് കഴിഞ്ഞ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഒരു ലോഡ് തുണി ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒതുക്കി മടക്കി വെക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിക്കാറ്. പിന്നെ വെയിൽ കണ്ടാൽ എനിക്കങ്ങനെ ഇപ്പോൾ തുണി അഥവാ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഉള്ള ചവിട്ടിയായാലും അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അലക്കി കൊണ്ടിടും. എനിക്കങ്ങനെ വെയിൽ കണ്ടാൽ വെറുതെ പോവും എന്ന് വെച്ചാൽ നമ്മൾ തുണിയൊന്നും ഇടാതെ ഉണക്കിയെടുക്കാതെ ഇപ്പം നാളെ വെയിലുണ്ടാവണമെന്നില്ലല്ലോ. അപ്പം വെറുതെ വെയിൽ നഷ്ടമാവുകയാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. എല്ലാവർക്കും ഇങ്ങനത്തെ ചിന്തകളുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് മൊത്തം ബാസ്ക്കറ്റിൽ കൊണ്ടുവരാൻ താല്പര്യം. അവന് വീട്ടിൽ നിന്നിടുന്നില്ല, എല്ലാവർക്കും സെപ്പറേറ്റ് ബാസ്ക്കറ്റും അലമാരിയെല്ലാം ആയിട്ടുണ്ട്. മിവാമ്മൻ്റെ ഒക്കെ ഇവിടെ വെക്കുക വീട്ടിലിടുന്നതൊക്കെ. നല്ല തുണികളെല്ലാം അവരുടെ അലമാരിയിൽ. പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു അലമാരിയാണിത്. ഇപ്പം ഞാൻ കാണിച്ച 2 ഡ്രസ്സും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കുഴപ്പമില്ല, കോട്ടനാന്ന് വിചാരിച്ച് വാങ്ങിയത്. പക്ഷേ കോട്ടനൊന്നും അല്ല, എന്നാലും നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ലെങ്ത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ബനിയൻ വാങ്ങിയത്. അപ്പോൾ മിയക്കുട്ടീനെ പഠിക്കാനിരുത്തി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പഠിക്കും. അത് കഴിയുമ്പം പിന്നെ അവൾ പോവും. തുണിയൊക്കെ ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്കി ഉണങ്ങിയതൊക്കെ നമുക്ക് 2-3 ദിവസത്തെ തുണിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ തുണിയൊക്കെ അലക്കി വെയിൽ കണ്ടുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള തുണിയും കൂടി കൊണ്ടുപോയി ഇട്ടു. ഇപ്പം കാലവർഷം തുടങ്ങിയത് തന്നെ മഴ പെയ്യും, പിന്നെയും വെയിൽ, പിന്നെയും മഴ പെയ്യും, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പം നമുക്ക് മഴ പെയ്ത് ചെറുതായിട്ടൊന്ന് തോർന്ന് വീണ്ടും വെയിൽ വന്നു. അതിന് പെട്ടെന്ന് എനിക്കിങ്ങനെ കൂട്ടിയിടുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഉണക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കാറ്. അന്ന് തന്നെ അലക്കിയിട്ട് അങ്ങനെ കൂട്ടിയിടുന്നവരുണ്ടല്ലോ. പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അന്നേരത്തെ കഴുകി അന്നേരം വിരിച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേനും ഉണങ്ങി അങ്ങ് എടുക്കാനാണ് എനിക്കും താല്പര്യം. പിന്നെ നമ്മളും അമ്മമാരെയൊക്കെ കണ്ടാണല്ലോ പഠിക്കാറ്. അപ്പം മിവാമ്മോൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ പണികളെല്ലാം. മിയക്കുട്ടി എൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നെ കാണുമ്പം പഠിക്കും ഇടയ്ക്ക്. അപ്പം ഞാൻ പറയായിരുന്നു മിയക്കുട്ടിയോട്, ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ടെന്ന്. ഇടയ്ക്ക് കളറടിക്കും, ഇങ്ങനത്തെ പരിപാടിയൊക്കെ എൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയതുകൊണ്ടായാലും ഒന്ന് തലയണയൊക്കെ ഒന്ന് റെഡിയാക്കി. മിക്കവാറും ആഴ്ചയിലൊന്ന് ഞാൻ ഫുൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അല്ലാതെ എനിക്കിപ്പോൾ അഴുക്കായി എന്തെങ്കിലും മോൻ്റെ യൂറിനൊക്കെ ആയി തോന്നുവാണെങ്കിൽ അന്നേരം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി ക്ലീൻ ചെയ്യും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരാഴ്ചയിൽ അങ്ങനെ വെക്കാറില്ല. എനിക്ക് എപ്പം അഴുക്കെന്ന് തോന്നുന്നല്ലേ, എപ്പം തുണി ഇതായെന്ന് തോന്നുന്നു അന്നേരം ഞാൻ മാറ്റും. അങ്ങനെ ഉച്ച സമയമായപ്പോൾ മിവാമ്മേനെ പിന്നെ ഭയങ്കര ബഹളമായി. അമ്മമ്മ കുടുംബശ്രീക്ക് പോയപ്പോൾ പിന്നെ മിവാനും പോകണമെന്നും പറഞ്ഞ് ആകെ ബഹളമായി. അപ്പം ഞാൻ ചേച്ചീൻ്റെ കുറച്ച് കിച്ചൺ സെറ്റൊക്കെ എടുത്ത് കൊടുത്ത് കളിക്കാൻ കൊടുത്തു. അപ്പോൾ ആളെ കുറച്ച് ഹാപ്പിയായി. പിന്നെ ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ അതൊക്കെ അവിടെ ഉച്ചയായി കഴിഞ്ഞു. ഉച്ചക്ക് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ വന്ന സാധനം. അപ്പം
ഞാൻ നോക്കി ചെയ്തപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ ഒരു പകുതി സൈസ് ഉണ്ടെന്ന്. പക്ഷേ വന്നപ്പോൾ നല്ല വലിയ സൈസ് തന്നെ. നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ചെടി പുൽച്ചെടി കട്ട് ചെയ്ത് വൃത്തിയാക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. നമ്മൾ നോർമൽ കത്രിക കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമ്മുടെ കൈയൊക്കെ തൊലിയൊക്കെ പോയി, ആകെ നാശമായിപ്പോയി. അപ്പോൾ നമ്മൾ അന്ന് വരെ വാങ്ങണമെന്ന് വെച്ച് വാങ്ങിയതാണ്. നമുക്കത് കട്ടാവുമോ ഇനി അഥവാ ഇങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞ് പോകുമെന്നറിയാം. നമുക്ക് ഏതായാലും ഒന്ന് വൃത്തിയാക്കി നോക്കാം. ക്ലീൻ. മീക്കുട്ടി എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. മീക്കുട്ടി എന്താ ബക്കറ്റ് എന്നറിയില്ല, മീക്കുട്ടി കഴിയുമ്പോൾ ബക്കറ്റൊക്കെ ഉണ്ട്. മാറി മീക്കുട്ടി. മിവാമോൻ ഒരു സൈഡ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മിവാമോൻ ക്യാമറ സ്റ്റാൻഡിങ് കണ്ട് എടുത്തുകൊണ്ട് പോകും. നമ്മളെ ക്ലീൻ ചെയ്യാൻ വിടുമോ എന്നുള്ള കാര്യം സംശയം. ചെയ്ത് തുണി മുറിക്കുന്ന കത്രിക എടുത്തിട്ട് പുല്ല് വെട്ടി. അപ്പം അതിൻ്റെ പിടി എന്ന് വെച്ചാൽ കൈ പിടിക്കുന്നിടത്ത് ഇരുമ്പിൻ്റെ ഇതായതുകൊണ്ടും കൈ നന്നായിട്ട് പൊള്ളിയിട്ട് തൊലി പോയി. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് കത്തിയൊക്കെ എടുത്താണ് കുറച്ച് ക്ലീൻ ചെയ്തത് ഫസ്റ്റ് ഒറ്റ തവണ. അന്നേരമാണ് വിചാരിച്ചത് എന്തായാലും ഇനി കത്രിക വാങ്ങിയിട്ടേ കാര്യമുള്ളൂ. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ലായിരുന്നു. വാങ്ങുമ്പോൾ ഞാൻ ആ കത്രികേൻ്റെ ഒരു സൈസ് കണ്ടില്ലേ, അതിൻ്റെ ഒരു ഹാഫാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോൾ നല്ല വലിയ സൈസ് കത്രിക. അപ്പോൾ കൊള്ളാം, വലിയ കുഴപ്പമില്ല, നമുക്കും കട്ടാവുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ചതഞ്ഞ് പോകുമെന്ന് കട്ടാവാതെ. പക്ഷെ നല്ല വൃത്തി മുറിക്കാനൊക്കെ പറ്റുന്നുണ്ട്. കുറച്ച് മുറിച്ചപ്പോൾ പിന്നെ കൈയൊക്കെ ഒന്ന് കടഞ്ഞ് ആകെ ഇതാവാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ച പോലെയല്ല, പഴയ പുല്ലിൻ്റെയും നല്ല കട്ടിയുണ്ട്. പഴയ പുല്ല് ഉണങ്ങിയ പുല്ലാണ് അടിയിൽ മുഴുവൻ. അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ കത്രിക ഒന്നും ഇല്ലാതെ അപ്പം മുറിച്ചതാണ്. അപ്പോൾ അതിൻ്റെ നല്ല കട്ടിക്ക് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മിവാമോൻ സഹായിക്കുന്നുണ്ട്, മിയ സഹായിക്കുന്നുണ്ട്. മിയ പിന്നെ ഞാൻ ആ പുല്ലരിക്കും തോറും അത് ബക്കറ്റിലിട്ടിട്ട് ചെടിക്കെല്ലാം കൊണ്ടിടാമെന്നും പറഞ്ഞിട്ടാണ് അവൾ കൂടുന്നത്. അപ്പോൾ അവനും അത് ചെയ്യണം. പിന്നെ അവനും ബക്കറ്റിനടിയായി ചൂലിനടി വെക്കാൻ തുടങ്ങി. അങ്ങനെ മിവാമോൻ അതിൻ്റെ അടുക്കായിരുന്നു ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് അതിൻ്റെ അടുക്ക് ഹെൽപ്പിന് വരുന്നുണ്ട്. അവർക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അവർ ഹെൽപ്പ് ചെയ്തോളും. പക്ഷേ ഇതാണ് പ്രശ്നം, ഒരാളെ അടി കൂടും ഓരോന്ന് വേണമെന്ന് വെച്ച്. മിവാമോൻ പിന്നെ ഭയങ്കര അടിക്കലും തൂക്കലും, നമ്മളെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണല്ലോ കുട്ടികൾ അനുകരിക്കുന്നത്. അപ്പോൾ അവൻ്റെ വക ഹെൽപ്പിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ അച്ഛൻ വന്നു. നമ്മൾ വൃത്തിയാക്കിയത് പോരാ, കുറച്ചൊക്കെ ആദ്യം ക്ലീൻ ചെയ്യാനുണ്ട്, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അച്ഛൻ ഏറ്റെടുത്തു. അച്ഛനും ഏറ്റെടുത്ത് കുറച്ചൊക്കെ അച്ഛൻ വൃത്തിയാക്കി. ഞാൻ അന്നേരം എല്ലാം അടിച്ചു വാരി കട്ട് ചെയ്ത് പുല്ല് അന്നേരം എല്ലാം നീക്കം ചെയ്തു. കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അച്ഛന് മനസ്സിലായത് അത്ര ഈസി അല്ല, കുറച്ച് നല്ല നമുക്ക് ബലം പ്രയോഗിക്കേണ്ട കുറച്ച് പരിപാടിയാണ്, പെട്ടെന്ന് മടുക്കുന്നുള്ളത്. പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനും മനസ്സിലായത് ഈസിയാണ്, ഇതൊന്നും ഇങ്ങനെയല്ല, കുറച്ചും കൂടി നന്നായി വൃത്തിയാക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് വാങ്ങിയ ആളാണ്. വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് മതിയായി, നല്ല പണിയാണെന്ന് മനസ്സിലായി. അങ്ങനെ അച്ഛൻ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വെട്ടി തന്നു. പിന്നെ അമ്മ ഏറ്റെടുത്തു. അപ്പം ഫിനിഷിങ് വർക്ക് പിന്നെ അമ്മയായിരുന്നു. അങ്ങോട്ട് കുറച്ച് നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ഉയർന്ന് നിൽക്കുന്നതൊക്കെ അമ്മ വൃത്തിയാക്കി തന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മീക്കുട്ടിയും ഞാനും കൂടി കുളിക്കാനുള്ള ബാക്കി പരിപാടികളായിരുന്നു. മുറ്റത്തിറങ്ങി നമ്മൾ സ്ഥിരം കറ്റാർവാഴ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു കറ്റാർവാഴയൊക്കെ പറിച്ചു. താളിയാക്കാനായിരുന്നു നമ്മളെ പരിപാടി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ താളിയൊക്കെ തേച്ച് കുളിക്കും. ഇപ്പം മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പം വളരെ കുറവാണ്. നമ്മൾ വെയിലാകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ ഞങ്ങൾ കറ്റാർവാഴയും മുട്ടയും ഓയിലൊക്കെ ഉപയോഗിച്ചൊരു പാക്കാക്കി. അങ്ങനെ മിയക്കുട്ടി പിന്നെ ഇതിനും സൈഡായിട്ട് ഹെൽപ്പിങ് ചെയ്യുന്നുണ്ട്. ആൾക്ക് പിന്നെ എന്തിനും ഇങ്ങനത്തെയൊക്കെ ചെയ്യാനും ഇടയ്ക്ക് കുറച്ച് തോണ്ടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പാക്കെല്ലാം ഉണ്ടാക്കി. പിന്നെ വല്ലപ്പോഴും മിയക്കുട്ടിയെ നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തും. നല്ല ചൂടിനൊക്കെ വിയർപ്പ് സ്മെല്ലൊക്കെ പോവാൻ. നേരത്തെയൊക്കെ നമ്മൾ അധികം ഷാമ്പു ആണ് യൂസ് ചെയ്യൽ. ഇപ്പം നമ്മൾ ഷാമ്പു വിട്ട് താളിയിലേക്ക് കൂടുതലും ഇതാക്കൽ. അതാണ് മുടിക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഷാമ്പു വളരെ കുറവാണ്, മാസത്തിൽ ഒരിക്കലൊക്കെ അപ്പോൾ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ മിയക്കുട്ടിക്ക് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. മിയക്കുട്ടീൻ്റെ മുഖത്ത് വെളുത്ത് അവൾ മുട്ടേൻ്റെ വൈറ്റ് എടുത്ത് തേച്ചത്. അപ്പോൾ അവൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ ഇങ്ങനെ നോക്കി കാണിച്ചു തരുന്നതൊക്കെ. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര താല്പര്യം. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്ക് വലിയ ഇൻട്രസ്റ്റാണ്. പിന്നെ സ്വന്തമായിട്ട് സ്കിൻ കെയറൊക്കെ ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ നല്ലത് തന്നെയാണ്. പിള്ളേർക്ക് പിന്നെ അധികം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഹെയറൊക്കെ ഓയിലിട്ടും ഇടയ്ക്ക് താളിയൊക്കെ തേച്ച് കൊടുത്താൽ തന്നെ മതി. ഇതൊക്കെ പിന്നെ നമ്മളെന്തെങ്കിലും ചെയ്ത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പം നമുക്ക് താളിയൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷായി വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരമുള്ള നമ്മുടെ കുറച്ച് പരിപാടികൾ, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ചക്രവർത്തിയാണ്, അപ്പോൾ ഇടയ്ക്കൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. തുടർന്ന് ഇനി നമ്മുടെ ചാനൽ കാണാൻ എല്ലാവരും സബ് ചെയ്യണം.